ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കാൻ ഇനി വെറും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കണ്ണിൽ എണ്ണയച്ചുകൊണ്ട് കാത്തിരിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ട്രാൻസ്ഫറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അത്ര തൃപ്തിയല്ലെങ്കിൽ പോലും മികച്ച താരങ്ങളെ മാനേജ്മെന്റ് ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അലക്സാണ്ടർ കോയഫ്, പെപ്രയെ നിലനിർത്തി അഡ്രിയാൻ ലൂണ, നോഹ സദോയ്, ജീസസ് ജിംനസ് അടക്കമുള്ള സൂപ്പർ താരങ്ങളും ടീമിലുണ്ട്. പോരാത്തതിൻ്റെ ഒരു ബാക്കപ്പ് പ്ലെയറായിട്ട് ജോഷോ സിറ്റാരിയും ടീമിലുണ്ട്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജീസസ് ജിംനസിനെ സൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു സൂപ്പർ താരത്തെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അത് മറ്റാരുമല്ല, മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരവും ലിവർപൂൾ താരവുമായിരുന്ന ബലോട്ടല്ലിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു. ബലോട്ടല്ലിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് ഡിസിപ്ലിനറി ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ടീമിലെടുക്കാതിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാർക്കസ് മർഗലാവ് അടക്കം ഈ സംഭവം പുറത്തുവിട്ടിട്ടുണ്ട്. ഇറ്റാലിയൻ ഇൻ്റർനാഷണൽ ടീമിന് വേണ്ടി നിരവധി ഗോളും അസിസ്റ്റുമെല്ലാം നേടിയ ബലോട്ടല്ലി ലിവർപൂളിന് വേണ്ടിയും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയും കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പ്രീമിയർ ലീഗ് നേടിയ ടീമിലെ അംഗം കൂടിയായിരുന്നു മരിയോ ബലോട്ടല്ലി. മരിയോ ബലോട്ടല്ലിയെ അറിയാത്തവർ വളരെ ചുരുക്കമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വന്നിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു വലിയ വാല്യൂ ആയിട്ട് മാറുമായിരുന്നു. എന്നാൽ ജീസസ് ജിംനസിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയത്. ഏതായാലും ജീസസ് ജിംനസ് അത്ര മോശം ഒരു സൈനിങ് ഒന്നുമല്ല. സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ടീമിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന താരം കൂടിയായിരുന്നു ജീസസ് ജിംനസ്. ഏതായാലും ബലോട്ടല്ലിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു. അവസാന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്.